അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ ഏതാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. യു നോ വാട്ട്, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ നീറ്റായിട്ടുള്ള ഇൻ്റർഫേസും അടിപൊളി എഫക്ട്സും ഇഷ്ടംപോലെ ഓപ്ഷൻസും തരുന്ന ഒരു പവർഫുൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് Wondershare Filmora. You know it, le. And the best part is, ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. പേടിച്ചു പോയോ? നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സ്കില്ലോ മുൻപരിചയമോ ഒന്നും തന്നെ അവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സ്പാർക്കില്ല, ആ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലേ, അത് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതോട് തന്നെ പുറത്തേക്ക് ചാടില്ല, നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരും. തൊണ്ടടച്ചിരിക്കുകയാണ്, പനിയാണ്, ജലദോഷമാണ്, ഒന്നും തോന്നരുത്. ഓക്കെ, എന്നിട്ട് ആ ക്രിയേറ്റിവിറ്റി സ്കില്ലും കൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ വീഡിയോ പുട്ടുപോലെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതും ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പം എവിടെയെന്ന് അറിയാലോ ഉണ്ണി, ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിനകത്തുണ്ട്, ചെന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക സോഫ്റ്റ്വെയർ. Wondershare Filmora വേർഷൻ 12 ആണ് തോന്നുന്നു. ഓക്കെ, ഓൾ ഗുഡ്. അപ്പോഴത്തേനും ഞാൻ വല്ല ചായ കിട്ടുമോ നോക്കിയിട്ട് വരാം. ഓയ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും Wondershare Filmora ഡൗൺലോഡ് ചെയ്തില്ലേ? റിങ്ങാണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത സ്ഥിതിക്ക് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ Filmora യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ പ്രീമിയർ പോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രീനൊന്നും അല്ല, ഭയങ്കര എളുപ്പമായിട്ടുള്ള സ്ക്രീനാണ്. ആൻഡ് ബൈ ദ വേ ഇത് വേർഷൻ 12 ആണ്, 12 ആണ്, ന്യൂലി റിലീസ്ഡ് സാധനമാണ്. ഓക്കെ, ഓൾ ഗുഡ്. അപ്പം ജസ്റ്റ് ഫോളോ അലോങ് വിത്ത് മീ. നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്ത് തുടങ്ങിക്കോ. അപ്പം ഇതാണ് Filmora വേർഷൻ 12. വേർഷൻ 12 നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എഡിറ്റിംഗ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് മീഡിയ, അതിനകത്ത് നമ്മുടെ മീഡിയ ഉണ്ടല്ലോ, ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ പോകണം ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. ഉണ്ടല്ലോ, ടട്ടൻ. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് ഇതാണ് ടൈം ലൈൻ എന്ന് പറയുന്ന സ്ഥലം. ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ഇങ്ങനെ കിടക്കും. ഇത് ഇങ്ങോട്ടേക്ക് നീക്കാം. നമുക്ക് ഈ തലപ്പത്ത് വെക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു പരിപാടി എന്ന് പറയുന്നത്. വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 2 പേര് ഒരു വണ്ടിക്കകത്ത് സൊള്ളിയും പറഞ്ഞും മിണ്ടിയും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ എന്തൊക്കെ എഫക്റ്റ് കേട്ടെ, എന്തൊക്കെ ടെംപ്ലേറ്റ്സ്, എന്തൊക്കെ ട്രാൻസിഷൻ, അതൊക്കെയാണ് ഈ മുകളിൽ കാണുന്നത്. ഓഡിയോ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ടെക്സ്റ്റൊക്കെ മുകളിൽ വരാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ കാണില്ല. പല തരത്തിലുള്ള ടെക്സ്റ്റുകൾ എവിടെയുണ്ട്. ട്രാൻസിഷൻ കൊടുക്കാന്ന് വെച്ചാൽ ട്രാൻസിഷൻ കൊടുക്കാം. എഫക്ട്സ് അറിയാമല്ലോ. പിന്നെ ഇതിനകത്ത് കുറേ എഫക്റ്റ് എന്തൊക്കെ കൊണ്ട് ഇത് ഈ സ്ലൈഡർ ഇങ്ങനെ വലിച്ച് താഴെ വരുന്ന ഒരു ഫുൾ എഫക്റ്റാണ്. ആൻഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രോ ഉണ്ടാക്കാം, ഔട്ട്രോ ഉണ്ടാക്കാം, എൻഡ് സ്ക്രീൻ ഉണ്ടാക്കാം. പിന്നെ ഒരു വീഡിയോ, ട്രാവൽ വീഡിയോ ആണോ, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണോ, വ്ളോഗാണോ, അങ്ങനത്തെ എന്തിനും അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇതിലുള്ള വീഡിയോ മാറ്റിയിട്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ട് കൊടുത്താൽ മാത്രം മതി. അതിന് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ജലദോഷവും പനി ആയതുകൊണ്ടും തൊണ്ട അടച്ചിരിക്കുകയാണ്. അപ്പം ചില വാക്കുകൾ പുറത്തേക്ക് വരില്ല, ഊഹിച്ചെടുക്കുക. ഓക്കെ, അപ്പം അതിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. പല സ്ഥലത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലോഗോ എന്നൊക്കെ കണ്ടില്ലേ. നമുക്ക് ലോഗോ ഉണ്ടാക്കാനും നമ്മുടെ ഇൻട്രോ വീഡിയോൻ്റെ അനിമേഷൻ, മൂവി ടൈറ്റിൽ, അങ്ങനെ പല സംഭവങ്ങളും ഇതിനകത്ത് ഓൾറെഡി പ്രീ ബിൽഡാണ്. നമുക്ക് അതും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പണിയൊന്നും എടുക്കാതെ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതാണ് അതിൻ്റെ മെയിൻ സംഭവം. ഓക്കെ, ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിൽ ഇങ്ങനെ ഇടണം. ഓക്കെ, അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറായി. ഇപ്പോൾ നമ്മുടെ അടിയിലൊരു വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോൻ്റെ ഇത് പകുതി വരെയല്ലോ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സംഭവം അപ്ലൈ ചെയ്ത പോലെ, അതായത് ഒരു പ്രീസെറ്റ് അല്ലെങ്കിൽ ഒരു ലെറ്റ് അപ്ലൈ ചെയ്ത പോലെ. ഇതാണ് ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ. ഓക്കെ, കണ്ടില്ലേ? മീൻസ് ഒരു സിനിമാറ്റിക് ഫീൽ കൊണ്ടുവരാൻ പറ്റി. സോ ഇത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അടിയിൽ ഇനി ഓരോ വീഡിയോ ഇടുമ്പോഴും ഇപ്പുറത്തായിട്ട് കുറേ വീഡിയോസ് വരും. അപ്പോൾ ആ എല്ലാ വീഡിയോയിലും വേണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ വലിച്ചിട്ടെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലേക്കും എത്തും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാൻ നോക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് ഡിലീറ്റ് പിടിച്ചെത്തിയാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ ഇവിടെ ബേസിക്, ഈ സൈഡ് വന്നു വെച്ചാൽ കാണാൻ പറ്റും ബേസിക്, അതായത് ഇത് മൊത്തം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കീ ഫ്രെയിം ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വീഡിയോ ഇപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ചുമ്മാ ഒരു വീഡിയോ ഇങ്ങനെ വരുന്നതല്ലേ, ഇതിൽ കീ ഫ്രെയിം ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് നീക്കാനോ മറ്റു സ്ഥലത്തേക്ക് നീക്കാനൊക്കെ പറ്റും. അതായത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയെന്ന് വെച്ചോ. ഓക്കെ, കുറച്ച് വന്നിട്ട് ഇത് ഇങ്ങനെ സൂമായിട്ട് വരണമെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചു. ഇപ്പോൾ 2 ഫ്രെയിം സെറ്റ് ചെയ്ത് കീ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ പ്ലേ ആയിട്ട് കുറച്ചാകുമ്പോഴത്തേനും അത് തന്നെ ഓട്ടോമാറ്റിക്കലി കീ ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ട് കണ്ടില്ലേ. സോ ഇങ്ങനത്തെ പല സംഭവം കൂടി ഇത് നോർമൽ പെട്ടെന്ന് നമ്മൾ ചെയ്തല്ലേ. ഇതേ സംഭവം റൊട്ടേഷനിൽ ചെയ്യാൻ പറ്റും. വീഡിയോ ഇങ്ങനെ റൊട്ടേറ്റ് ആവണം, അങ്ങനെയൊക്കെ ഒക്കെ കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കീ ഫ്രെയിം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യം. അത് ഈ ബേസിക്കലി മൊത്തം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്.
നമുക്ക് ഈ വീഡിയോന് വേറൊരു വീഡിയോനെ പുറത്ത് കൊണ്ട് വെക്കണം, കട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ പിക്ചറൊക്കെ കട്ട് ചെയ്യില്ലേ, ഫോട്ടോഷോപ്പിൽ ഒരു പിക്ചർ കട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കില്ലേ, അതേപോലെ വീഡിയോന് ചെയ്യാൻ പറ്റും മാസ്കിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട്. ഇവിടെ ഡ്രോ മാസ്ക് ഉണ്ടല്ലോ, അതിൽ കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ സബ്ജക്റ്റിന് ചുറ്റുമാറും ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒരു റഫായിട്ടുള്ളൊരു ഔട്ട്ലൈൻ വരച്ച് കാണിച്ചു തരാം, ഇതെങ്ങനെ വെക്കാമെന്ന് അറിയിക്കാനാണല്ലോ. കണ്ടില്ലേ? സോ എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പാത്ത് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് എങ്ങോട്ടാണ് പോണേ അതിൻ്റെ ഒപ്പം ഇത് പാത്ത് ഫോളോ ചെയ്യിപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കിപ്പിക്കാം. അപ്പോൾ പാത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫിക്സായി. സോ ഇങ്ങനെ ആക്കിയിട്ട് പാത്ത് ഫിക്സ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആൻഡ് ഇതിനെയും നീക്കിപ്പിക്കാം. നമുക്കിത് ഇത്ര വേണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീക്കിപ്പിക്കാം. അപ്പോൾ പ്ലേ ആക്കാൻ നേരത്ത് അത് കറക്റ്റ് ഓട്ടോമാറ്റിക്കലി അത് ഫോളോ ചെയ്ത് കൊണ്ടുവരും. ഇല്ല എനിക്ക് പണിയെടുക്കാൻ വയ്യ, എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ എന്നാണ് വെച്ചാൽ അടിപൊളി സോഫ്റ്റ്വെയർ, അടിപൊളി ഒരു ഫീച്ചർ ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡ്രോ മാസ്കിൻ്റെ അവിടെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ AI ടൂൾസ് എന്ന് കണ്ടില്ലേ, അതിൽ വരിക. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും AI പോർട്രേറ്റ്. അത് ഓണാക്കിയെന്ന് വെച്ചാൽ സിമ്പിൾ പരിപാടി, ഒന്നും നോക്കണ്ട. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ തന്നെ ആ സബ്ജക്റ്റിനെ ഓട്ടോമാറ്റിക്കലി AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് അതിനെ ട്രാക്ക് ചെയ്തെടുത്തിട്ട് സിമ്പിളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കി കളയാം. നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് അങ്ങനെ ചെയ്യാം, ഇല്ലാന്ന് വെച്ചാൽ AI പോർട്രേറ്റ് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. ക്രോമാക്കി എന്താണെന്ന് അറിയാലോ, നമുക്ക് ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓണാക്കിയെന്ന് വെച്ചാൽ ഗ്രീനൊക്കെ പോവും. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പച്ചപ്പായിരുന്നല്ലോ, ഫുള്ള് ചെടിയും തൂപ്പായതുകൊണ്ട് ഗ്രീനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ആൻഡ് ആ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ കൊണ്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവർ ബൈക്കോട്ടിക്കുന്നത് വേറെ ഏതിക്കൂടെയൊക്കെ സ്ഥലത്തോടെയൊക്കെയാണ് നമുക്ക് തോന്നിപ്പിക്കാം. അതിനാണ് ഈ ഗ്രീൻ സ്ക്രീൻ്റെ ആവശ്യം. അതേപോലെ തന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലൈസേഷൻ അടക്കമുണ്ട്. ക്ലിക്ക് ടു സ്റ്റാർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ഷെയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചോ, നിങ്ങളിപ്പം കാണില്ല, ചെറിയൊരു ജേർക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ടു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവർ അനലൈസ് ചെയ്യണം ഈ വീഡിയോയിൽ എവിടെയൊക്കെ ജേക്കുള്ളൂ എന്ന് വെച്ചാൽ ഇച്ചിരി സമയം എടുക്കുള്ളൂ. വളരെ ചുരുക്കം സമയത്തിൽ സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. 10% സ്മൂത്ത് അവരാക്കിയിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 32% വേണമെങ്കിൽ ആക്കാം. ചെറുതായിട്ട് കുറച്ച് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മുടെ മുകളിൽ കളറുണ്ട്. കളറിൽ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയുള്ള ലൈറ്റ് റൂമിൽ കൊടുക്കുന്ന അതേപോലത്തെ എഫക്റ്റ് കുറേ ഉണ്ട്. അതും വീഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് യു ഓൾറെഡി നോ ഇറ്റ്. അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ബട്ട് സ്റ്റിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പലതും പറഞ്ഞു തരാമെന്ന് മാത്രം. ഇനി തൊട്ടപ്പുറത്ത് സ്പീഡ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, സ്പീഡിൽ ടച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്പീഡ് റാമ്പിംഗ് എന്ന് വെച്ചാൽ ഒരു വീഡിയോന് പലതരത്തിലുള്ള സ്പീഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഒന്ന് നിങ്ങൾ സ്ലോ മോഷനായിട്ട് പിന്നെ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കണം. വീഡിയോ കട്ടൊന്നും ഉണ്ടാവില്ല, ഒരേ വീഡിയോയിൽ സ്പീഡ് കൂട്ടും കുറയ്ക്കലൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ മോണ്ടേജ് കണ്ടില്ലേ, മോണ്ടേജിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഈ വീഡിയോ നോർമലായിട്ട് പോകുന്നുണ്ട്, പെട്ടെന്ന് സ്പീഡായി, പിന്നെ നോർമൽ സ്ലോ മോഷനായി, ഓക്കെ, പിന്നെ നോർമലായിട്ട് പോകുന്നുണ്ട്. സോ ഇത് ഒരു എഫക്റ്റ്. ഇനി ഹീറോ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം കാണിച്ചു തരാം. കണ്ടില്ലേ, സംഭവം സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവത്തിൽ പറ്റും. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇതിനെ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് സ്ലോ ആവണം, എങ്ങനെ പോകണം, എത്രത്തോളം സ്ലോ ആവണം, മൊത്തം കാര്യങ്ങൾ നമുക്ക് ഈ സ്പീഡ് റാമ്പിങ്ങിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി പിന്നെ നിങ്ങൾക്ക് അറിയാലോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞ് കറക്ഷനും കാര്യങ്ങളും വേറെ എല്ലാം. ഇനി ഇതിൽ ഡൗട്ട് വരാനായിട്ടുള്ള വേറെ ഒന്നും തന്നെ ഇല്ല. ഇനി അവസാനമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ട, ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം എക്സ്പോർട്ട് കൊടുത്തതെന്ന് വെച്ചാൽ വീഡിയോ സേവ് ആക്കുക. വീഡിയോ നമ്മുടെ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ PC-കകത്തേക്ക് സേവ് ആക്കുക. അപ്പോൾ വീഡിയോയുടെ നെയിം എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വെച്ചാൽ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റിച്ചാ ഓക്കെ. എന്നിട്ട് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് സേവ് ആക്കേണ്ടത് അവിടേക്ക് ആക്കുക. പിന്നെ ക്വാളിറ്റി ലോ ആണോ നോർമലാണോ ഹൈ ആണോ, റെക്കമെൻഡ് പറഞ്ഞാൽ അവരെന്നെ റെക്കമെൻഡ് ചെയ്യണം മീഡിയം. ഓക്കെ, എത്ര റെസൊല്യൂഷനാണ്, എത്ര ഫ്രെയിം പെർ സെക്കൻഡാണ്, ഓക്കെ, ഇതൊക്കെ സെറ്റാക്കിയിട്ട് അപ്ലോഡ് ടു ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ സേവ് ആക്കും വേണ്ട, നമുക്ക് നമ്മുടെ PC-കകത്ത് സേവ് ആക്കിയാൽ മതി. ഒക്കെ സെറ്റ്, ഇതൊക്കെ ഓൾറെഡി സെറ്റാണ്. ഇവിടെ സൈഡ് നമുക്ക് എത്ര ഫോമാറ്റ് ഉണ്ട് വീഡിയോ സേവ് ആക്കാനുള്ളത്. നമുക്ക് MP4 നമുക്കിപ്പോൾ ചുമ്മാ പാട്ട് കേൾക്കാനുള്ള പാട്ടുകളൊക്കെയാണെന്ന് വെച്ചാൽ MP3 ആക്കാം. ഈ മറ്റേ GIF ഫോമാറ്റൊക്കെ ഇല്ലേ, നമ്മുടെ സ്റ്റിക്കറൊക്കെ കേൾക്കണ പരിപാടി, അതൊക്കെയാണ് അതിലേക്കൊക്കെ നമുക്ക് അറിയാലോ. ഒന്ന് മൊത്തം നമുക്ക് MP4 വേണ്ടത്. പിന്നെ ഡിവൈസ് ഇത് പ്രീസെറ്റാണ്. യൂട്യൂബിൽ വേണമെങ്കിൽ യൂട്യൂബിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡിവൈസിൻ്റെ അങ്ങനെ ലോക്കൽ കൊടുത്തിട്ട് ചുമ്മാ എക്സ്പോർട്ട് കൊടുത്തെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളി എക്സ്പോർട്ടായി. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ എവിടെയും ഡൗട്ടില്ല, ഒക്കെ ഭയങ്കര സ്മൂത്താണ്, എല്ലാം ക്ലിയറാണ്. നമുക്ക് ഈ ഇൻ്റർഫേസ് കാണുമ്പോൾ എവിടെയും അയ്യോ ഇതെന്തിനാണ് അതെന്തിനാണ് അങ്ങനത്തെ ചിന്ത തന്നെയില്ല. പെർഫെക്റ്റാണ്.
സോ ഫ്രണ്ട്സ്, അപ്പം അങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്കൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ കുട്ടുവലപ്പം എഡിറ്റ് ചെയ്തില്ലേ, ഇത്രയേ ഉള്ളൂ. ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും, അതിന് സിമ്പിളായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, ഒരു ലാഗും ഇല്ല, സ്ട്രെസ്സില്ല. സംഭവം അതാണ്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, എല്ലാവരും പൊതുവെ യൂസ് ചെയ്യുന്നത് എന്ന് പറയും. അത് ഓപ്പൺ ചെയ്താൽ തന്നെ ഫുൾ സ്ട്രെസ്സാണ്. എപ്പോൾ ഹാങ് ആവും, എപ്പോൾ എന്ത് നടക്കുന്നൊന്നും പറയാൻ പറ്റും. പേടിച്ചിട്ടിട്ട് ഈ പരിപാടി ഇതിലങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു യൂട്യൂബ് വീഡിയോ ആണെങ്കിലും ഇഷ്ടംപോലെ ടെംപ്ലേറ്റും എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്രോമാ കീ, സ്റ്റെബിലൈസേഷൻ, മാസ്കിങ് കാര്യങ്ങൾ, കീ ഫ്രെയിമിങ് എല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ട്. സോ ഇവിടെ ഭയങ്കര സ്മൂത്താണ് കാര്യങ്ങൾ. ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പം ഡോണ്ട് ഫോർഗെറ്റ് ദ ലിങ്ക് ഈസ് ഇൻ ദ ബയോ. അപ്പോൾ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദെയർ. ആൻഡ് ഇതുപോലുള്ള വേറെ അടിപൊളി ബാങ്കർ ആൻഡ് ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഐ എം സോ ഹാപ്പി ദാറ്റ് ഫൈനലി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് 5 ഇയർ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ ഈ മന്ത് തന്നെ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഇയർ ബഡ വലിയ പ്ലാനായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത പ്ലാനാണ്. ഞാൻ തന്നെ എൻ്റെ പ്ലാൻ കേട്ടിട്ട് ഞാൻ തകിടം മറിഞ്ഞിട്ടിരിക്കുകയാണ്. അല്ല, ഐ മീൻ ഇതായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം യെസ്, അപ്പം ഓക്കെ, അപ്പം അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവരും വണ്ടർഷെയർ ഫിലിമോറ ഡൗൺലോഡ് ചെയ്തില്ലേ? ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടർഷെയർ ഫിലിമോറ ഇങ്ങനെ ഉണ്ടാവാന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ഇത് വേണമല്ലേ? ഹായ്, അപ്പം എല്ലാവരും വണ്ടർഷെയർ ഫിലിമോറ ഗോ ഒന്നുകൂടി ഫസ്റ്റ് മുതൽ. പട്ടി കളിക്കണ്ട, ഇല്ല കുഴപ്പമില്ല. ഹായ്, അപ്പോൾ എല്ലാവരും വണ്ടർഷെയർ ഫിലിമോറ ഡൗൺലോഡ്. ഹായ് തൊണ്ട അടിച്ചിട്ടോ ഇല്ലറ കുട്ടാ, യു ക്യാൻ ഡു ദിസ്.